മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രായപരിധിയിൽ ഇളവ് നൽകുന്ന കാര്യത്തിൽ തീരുമാനം നാളെയെന്ന് PB അംഗം MA ബേബി. പ്രായപരിധിയിൽ ആർക്കും ഇളവുണ്ടാകില്ല. ചർച്ചയ്ക്ക് മറുപടി പറയുന്നത് ആലോചിക്കാനാണ് PB ചേർന്നത്. പുതിയ കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പ് നാളെ ആലോചിക്കും. PBയും CCയും ചേരുമെന്നും MA ബേബി പറഞ്ഞു. നാളെ രാവിലെ തീരുമാനിക്കും. നാളെ രാവിലെ 9:30. അതിനുശേഷം തീരുമാനമെടുക്കും. ഒരു ധാരണ നാളെ. ശ്രീജിത്താണ് ചേരുന്നത് മധുരയിൽ നിന്ന്. ശ്രീജിത്ത്, നിർണായകമായ നിരവധി തീരുമാനങ്ങൾ ഈ പാർട്ടി കോൺഗ്രസ് കൈക്കൊണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രായപരിധിയിൽ ഇളവ് നൽകുന്ന കാര്യത്തിൽ ഉൾപ്പെടെ തീരുമാനം നാളെയെന്നാണ് PB അംഗം MA ബേബി പറഞ്ഞത്. എങ്ങനെയാണ് മധുരയിൽ നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ? ബൽറാം. പ്രവിത, അല്പസമയം മുമ്പാണ് പോളിറ്റ് ബ്യൂറോ യോഗം സമാപിച്ചത്. ഇന്ന് നടന്ന സംഘടനാ റിപ്പോർട്ടിലുള്ള ചർച്ചകൾക്ക് മറുപടി തയ്യാറാക്കുകയാണ് ഈ പോളിറ്റ് ബ്യൂറോ യോഗത്തിൻ്റെ പ്രധാന അജണ്ട എന്നുള്ളത്. ഈ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പ്രധാനമായും ഈ ചർച്ചകളിൽ പ്രായപരിധി സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വിവിധ സംസ്ഥാന ഘടകങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു. പ്രായപരിധിയെ അംഗീകരിക്കുന്നതും അത് ഗുണം ചെയ്തിട്ടില്ല എന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും നടന്നിരുന്നു. എന്നാൽ ഇന്ന് ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പ്രായപരിധി കൃത്യമായി തന്നെ പാലിക്കാം, കർശനമായി പാലിക്കണം എന്ന നിലപാടാണ് ഉയർന്നു വന്നത്. അത് 2 വനിതാ അംഗങ്ങൾ ഉൾപ്പെടെ ബൃന്ദ കാരാട്ട്, ഒപ്പം തന്നെ സുഭാഷിണി അലി എന്നിവർ പ്രായപരിധി കൃത്യമായി പാലിക്കണം എന്ന നിലപാടാണ് ഇന്നത്തെ യോഗത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഇളവ് ഈ കാര്യം എന്നുള്ളത് ഇന്ന് ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗം നാളെ രാവിലെ ചേരുന്ന കേന്ദ്ര കമ്മിറ്റിക്ക് മുന്നിൽ വയ്ക്കും. തുടർന്ന് കേന്ദ്ര കമ്മിറ്റി ആയിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. നിലവിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ പല നേതാക്കളും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഇളവ് ഇത്തവണയും ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ ഇളവ് നൽകിയത് സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പാർട്ടിയുടെ ഉന്നത നേതൃത്വവുമായി ചേർന്ന് നിൽക്കണം, അതിൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ് പാർട്ടിക്ക് ഗുണം ചെയ്യുക. അതുകൊണ്ട് അദ്ദേഹം തുടരട്ടെ എന്നാണ് തീരുമാനിച്ചത്. ആ സാഹചര്യം ഇത്തവണയും നിലനിൽക്കുന്നതിനാൽ അദ്ദേഹം തുടരും എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. മറ്റ് അംഗങ്ങൾക്ക് ആർക്കെങ്കിലും ഇളവ് നൽകേണ്ടതുണ്ടോ എന്ന കാര്യം ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലായിരിക്കും തീരുമാനമെടുക്കുക. പോളിറ്റ് ബ്യൂറോ എന്തായാലും ഇളവ് വേണ്ട എന്ന ഒരു അഭിപ്രായത്തിൽ തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രി അടക്കമുള്ള പുതിയ ജനറൽ സെക്രട്ടറി അടക്കമുള്ള കാര്യങ്ങളിൽ നാളെ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലായിരിക്കും അന്തിമ തീരുമാനമുണ്ടാവുക. നിലവിൽ MA ബേബിയുടെ പേര് തന്നെയാണ് സജീവമായി ഉയർന്നു വരുന്നത്. ഒപ്പം തന്നെ അശോക് ദാവ്ളയുടെ പേരും പരിഗണനയിൽ ഉണ്ട്. അതിനപ്പുറത്തേക്ക് ചില പേരുകളും ഉയർന്നതായുള്ള സൂചനകൾ ഉണ്ട്. പ്രധാനമായും ഈ MA ബേബിയെ പൂർണ്ണമായും തന്നെ പിന്തുണയ്ക്കാനുള്ള ഒരു തീരുമാനം ബംഗാൾ ഘടകത്തിൽ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള ധാരണ ബംഗാൾ ഘടകത്തിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റു പേരുകൾ ഉയർന്നു വന്നാലുള്ള സാഹചര്യം തുടർന്നുള്ള ചർച്ചകളിലായിരിക്കും എന്തായാലും അതുമായി ബന്ധപ്പെട്ട തീരുമാനം എടുക്കുക. നാളെ രാവിലെ 9 മണിക്കാണ് പോളിറ്റ് ബ്യൂറോ യോഗം ചേരുന്നത്. പുതിയ കേന്ദ്ര കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ, ജനറൽ സെക്രട്ടറി എന്നീ കാര്യങ്ങളിൽ എല്ലാം തന്നെ ഈ ഒരു യോഗത്തിലായിരിക്കും അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. തുടർന്ന് നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. തുടർന്നായിരിക്കും പിന്നീട് പുതിയ ഈ നാളെ രാവിലെ ചേരുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ തിരഞ്ഞെടുക്കുന്ന പേരുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ കേന്ദ്ര കമ്മിറ്റി യോഗവും ആ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വെച്ചായിരിക്കും പുതിയ ജനറൽ സെക്രട്ടറിയെ ഔപചാരികമായുള്ള തെരഞ്ഞെടുപ്പും നടക്കുക. ഈ കാര്യങ്ങളിലുള്ള ഒരു അന്തിമ തീരുമാനം എന്നുള്ളത് നാളെ രാവിലെ ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ തന്നെയായിരിക്കും ഉണ്ടാകുക. മറ്റ് അനൗപചാരിക ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാത്രി നടക്കും എന്നാണ് നേതാക്കളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. നിലവിൽ സംസ്ഥാനത്തിൻ്റെ കേരളത്തിൻ്റെ ഇക്കാര്യത്തിലുള്ള ഒരു നിലപാട് അത് നിർണായകമാകും. ഒപ്പം തന്നെ ബംഗാൾ ഘടകം, തമിഴ്നാട് ഘടകം എന്നീ 3 ഘടകങ്ങളുടെ നിലപാടുകളായിരിക്കും ജനറൽ സെക്രട്ടറി അടക്കമുള്ള കാര്യങ്ങളിൽ ഏറെ നിർണായകമാകുക. പുതിയ കേന്ദ്ര കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ കേരളത്തിൽ 3 ഒഴിവുകളാണ് നിലവിൽ ഉള്ളത്. ആ 3 ഒഴിവുകളിലേക്കായി 3 പേരുകൾ TP രാമകൃഷ്ണൻ, ഒപ്പം തന്നെ PK ബിജു, ഡോക്ടർ TN സീമ എന്നീ പേരുകളാണ് പരിഗണനയിലുള്ളത്. മറ്റ് ചില പേരുകൾ കൂടി നിലവിൽ പരിഗണനയിലുണ്ട്.
ദിനേശൻ പുത്തലത്ത് അടക്കമുള്ള പേരുകൾ പരിഗണനയിലുണ്ടെങ്കിൽ പോലും ഈ 3 പേർക്കായിരിക്കും പ്രഥമമായ പരിഗണന ലഭിക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ പോളിറ്റ് ബ്യൂറോയിലേക്കാകട്ടെ ഈ നിലവിൽ ഇന്നത്തെ പോളിറ്റ് ബ്യൂറോ യോഗത്തിലെ തീരുമാനമനുസരിച്ച് പ്രായപരിധി പൂർത്തിയാക്കുന്ന അംഗങ്ങൾ മുഴുവൻ മാറി നിൽക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ പുതിയ പേരുകളായി നിലവിലെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം അരുൺകുമാർ, ഒപ്പം തന്നെ വിജു കൃഷ്ണൻ എന്നീ പേരുകൾ സജീവമായി പരിഗണനയിലുണ്ട്. ഒപ്പം തന്നെ പശ്ചിമ ബംഗാളിൽ നിന്നും ശ്രുതി ഭട്ടാചാര്യ, ത്രിപുരയിൽ നിന്നും ജിതേന്ദ്ര ചൗധരി എന്നീ പേരുകളും പോളിറ്റ് ബ്യൂറോയിലേക്ക് പരിഗണിക്കപ്പെടും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിൽ കൂടുതലായി പുതുമുഖങ്ങൾ പോളിറ്റ് ബ്യൂറോയിലേക്ക് വരുമോ എന്ന കാര്യത്തിലും ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ തന്നെയായിരിക്കും ഒരു അന്തിമ തീരുമാനമുണ്ടാകുക. എന്തായാലും ഈ പോളിറ്റ് ബ്യൂറോ യോഗം കഴിഞ്ഞ് ഇറങ്ങുന്ന ഘട്ടത്തിലും എം.എ. ബേബി പ്രതികരിച്ചത് അന്തിമ തീരുമാനം നാളെ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. ഈ കാര്യത്തിൽ അടുത്ത ജനറൽ സെക്രട്ടറിയുടെ കാര്യത്തിൽ ഈ ഒരു ഘട്ടത്തിലും ഇപ്പോഴും സസ്പെൻസ് തുടരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കൂടുതൽ അനൗപചാരികമായ ചർച്ചകൾ ഇന്ന് രാത്രി നടക്കും. അതിൻ്റെ തുടർച്ചയായിട്ടായിരിക്കും നാളെ രാവിലെ ചേരുന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിലും തുടർന്ന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും പുതിയ ജനറൽ സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, ഒപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. പ്രവിധ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. നിർണായകമായ തീരുമാനങ്ങൾ നാളെയാകും ഉണ്ടാവുക എന്നാണ് ബൽറാം നൽകുന്ന വിവരം. മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രായപരിധിയിൽ ഇളവ് നൽകുന്ന കാര്യത്തിൽ ഉൾപ്പെടെ തീരുമാനം നാളെയെന്നാണ് PB അംഗം എം.എ. ബേബി സൂചിപ്പിച്ചത്. ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറി ആരാകുമെന്നുള്ള കാര്യത്തിലും സസ്പെൻസ് തുടരുന്നു എന്നാണ് ബൽറാം നെടുങ്ങാടി മധുരയിൽ നിന്ന് നൽകുന്ന വിവരം.